All right. 1 കോടി രൂപ വെച്ച് നിങ്ങളുടെ സ്വപ്നം എന്താണ്? 1 കോടി രൂപ വെച്ച് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ നാട്ടിൽ തന്നെ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ബിസിനസ്സിലാണ് ആഗ്രഹമുള്ളത്? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കയർ ഫേമാണ്. അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ ആലപ്പുഴയുടെ സ്വന്തം കയറിൻ്റെ മേഖലയെ പിടിച്ചുയർത്തുന്ന ഒരു ബിസിനസ് തന്നെ തുടങ്ങുകയാണ്. ഒരു ടേർഷറി ഇൻഡസ്ട്രീന് നല്ല സ്കോപ്പുള്ള സ്ഥലമാണ് അല്ലേ ആലപ്പുഴ? ഓക്കെ, സോ 1 കോടി രൂപ അതിന് തന്നെ ആ ബിസിനസ് ഒക്കെ തുടങ്ങി വലിയ വലിയ സ്ഥാപനമൊക്കെ ആയി വരട്ടെ. ഹരീഷിന്റെ അമ്മയുടെ സപ്പോർട്ട് എന്തായാലും മോനുണ്ടാവും. This 1 crore is yours completely. Okay. You can go ahead and enjoy it. ധാത്രിയാണ് നമ്മുടെ പ്രൈസ് മണി ഒക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സോ താങ്ക്സ് ടു ധാത്രി. ഇപ്പോൾ 1 കോടി രൂപയാണ് കയ്യിലുള്ളത്. മത്സരം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ചൂട് പിടിച്ച മത്സരമായിരിക്കും. ആദ്യത്തെ ചോദ്യം റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ലെറ്റ് us play വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? ഓരോ ചോദ്യങ്ങൾക്കും മൾട്ടിപ്പിൾ കാറ്റഗറീസ്, ദാറ്റ് ഇസ് 2 കാറ്റഗറീസ് തരും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാറ്റഗറി ബേസ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കുള്ള കാറ്റഗറീസ് ആർ ക്രിക്കറ്റ്, വ്യക്തികൾ. ഓക്കെ, വ്യക്തികൾ. സെലക്ടഡ് കാറ്റഗറി ആൻസർ ഓപ്ഷൻസ് ആർ വർഗീസ് കുര്യൻ, ഇ ശ്രീധരൻ, കെ ആർ നാരായണൻ, EMS നമ്പൂതിരിപ്പാട്. ചോദ്യം നോക്കാം. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന വാക്ക് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്: വർഗീസ് കുര്യൻ, ഇ ശ്രീധരൻ, കെ ആർ നാരായണൻ ആൻഡ് EMS നമ്പൂതിരിപ്പാട്. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. ടൈമർ ഹാസ് ബിഗൺ. Dinner. 40 seconds remaining. കുറച്ച് ശ്രീധരനിലോട്ട് 30 seconds remaining. ശ്രമിച്ചാൽ ബാക്കി കാശ് വേഗം വെച്ചോളൂ. വെക്കാത്ത പണം മത്സരത്തിന് ഉണ്ടാവില്ല. 20 seconds remaining. 10, 9, 8, 7, 6. വർഗീസ് കുര്യനിൽ 92 ലക്ഷം, ഇ ശ്രീധരൻ 8 ലക്ഷം, കെ ആർ നാരായണൻ ഒന്നുമില്ല, EMS നമ്പൂതിരിപ്പാടിൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? അപ്പൊ വേണ്ട. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ 1 and 6. ഓർമ്മയുണ്ടല്ലോ? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന വാക്ക് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. വർഗീസ് കുര്യനൻ 92 lakhs, ഇ ശ്രീധരൻ 8 lakhs, കെ ആർ നാരായണനിലും EMS നമ്പൂതിരിപ്പാടിലും ഒന്നുമില്ല. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യമാണിത്. ആ 1 കോടിനെ നിങ്ങൾ ഓൾറെഡി സ്പ്ലിറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ടോപ്പ് ഓർ ഡ്രോപ്പ്? വർഗീസ് കുര്യൻ ആണ് ശരിയായ ഉത്തരം. If you knew the answer, why weren't you brave about it? ചെറിയ രീതിയിലൊരു സംശയം മനസ്സിൽ അവശേഷിക്കുന്നു. അത് എന്താണെങ്കിൽ തന്നെയും
അതിലൊരു ചെറിയൊരു എന്ത് നമ്മൾ പഠിച്ചാലും ഒരു നമ്മള് ചെറിയ ഡൗട്ട് നമ്മൾ മനുഷ്യനാണെങ്കിലും നമുക്ക് സംശയം എപ്പോഴും ഉണ്ടാവും. ഉണ്ടാവും. എന്താണ് നമ്മൾ അങ്ങനെ? അതെ 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 Why aren't we sure? എല്ലാ മനുഷ്യരിലും ഉള്ളതല്ലേ. ശരിയാ. വീട്ടില് പശു ഉണ്ടോ? ഇല്ല. ഇല്ല ഇല്ല. ഇല്ല പാല് കുടിക്കാറുണ്ടോ? പാല് എന്താ? പാല് നമ്മുടെ ഗവൺമെന്റിന്റെ പാല്. ഗവൺമെന്റ് പാല്. ഗവൺമെന്റ് പാലിന് വേണ്ടി നടത്തിയ വിപ്ലവമാണ് ക്ഷീര വിപ്ലവം അതെ അല്ലേ? അതെ കേട്ടിട്ടുണ്ട്, ക്ഷീര വിപ്ലവം കേട്ടിട്ടുണ്ട്. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ വൈറ്റ് റെവല്യൂഷൻ വർഗീസ് കുര്യൻ. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ വർഗീസ് കുര്യൻ. 8 ലക്ഷം നഷ്ടപ്പെട്ടില്ലേ? അതെ പ്രശ്നമില്ല, ഒരു സംശയത്തിന്റെ പേരിൽ. സംശയത്തിന്റെ പേരിൽ എന്തെല്ലാം സംഭവിക്കുന്നല്ലേ? അല്ലേ? ഓഫ് കോഴ്സ്. നിങ്ങള് പൈസ അടക്കി വെക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മോൻ വീട്ടില് മെസ്സി ആണോ അതോ റൂമൊക്കെ നല്ല വൃത്തിയിൽ വെക്കോ? റൂമൊക്കെ വൃത്തിയാക്കി വെക്കോ അല്ലേ? മോനാണോ ഭേദം മോളാണോ ഭേദം? മോനാ അല്ലേ? എനിക്ക് തോന്നി. എന്താ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ? അതെ അത് ഈ കോളേജില് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കില്ലേ, അതിന്റെ ഒരു ചേഞ്ച് ആണ് കുട്ടികളിൽ വരുന്ന പെൺകുട്ടികൾ. ഹോസ്റ്റലിൽ പോയിരുന്നോ ഹരീഷ്? ഞാൻ ഹോസ്റ്റലിലുണ്ടായിരുന്നു. ഓ, എന്തൊക്കെയായിരുന്നു അനുഭവം? പറയൂ. ഞാൻ MBA കംപ്ലീഷൻ ആണ്. MBA പൂർത്തിയാക്കിയോ? പൂർത്തിയാക്കി. ഓക്കെ. അപ്പൊ ഞാൻ അവിടെ ഹോസ്റ്റലിൽ 2 വർഷം ഞാൻ നിന്ന് പഠിക്കുകയുണ്ടായി. അപ്പൊ ആദ്യമൊക്കെ വളരെയേറെ മിസ്സിംഗ് ഫീൽ ഉണ്ടായി, അതായത് ഹോം സിക്നെസ്. അത് കഴിഞ്ഞതിന് ശേഷം അഡ്ജസ്റ്റ് ആയി, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മിങ്കിൾ ആയപ്പോൾ വളരെ. ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു. എല്ലാ കുട്ടികളും ആദ്യം ഫേസ് ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു അമ്മമാർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഒരു കാര്യം ഈ ഭക്ഷണത്തിന്റെ കാര്യത്തില്, കുട്ടികളുടെ ആഹാരത്തിന്റെ കാര്യത്തിൽ. മോളിപ്പം ഹോസ്റ്റലിലാണോ? ഹോസ്റ്റലിലാണോ? ഓക്കെ. മെലിഞ്ഞ് സംസാരിക്കണം, ഹായ് പറയിക്കണം, എല്ലാം പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. എന്താണ് മോളുടെ പേര്? മോളുടെ പേര് ശാലിനി ആറ്. ഞാൻ ഹായ് പറയുന്നത് നിർത്തി കേട്ടോ. അതുകൊണ്ട് ശാലിനിയുടെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശാലിനി ഭക്ഷണം കഴിക്കണേ. 92 lakhs ഇപ്പോഴും നിലവിലുണ്ട്. ബിഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രേക്ഷകർക്കായി your answer options are these. Option A Anita Nair, option B Kamala Das, option C Balamani Amma and option D Grace C. ചോദ്യം ഇതാണ്: ഏത് എഴുത്തുകാരിയാണ് മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിൽ പ്രശസ്ത ആയിരുന്നത്? വീണ്ടും ഓപ്ഷൻസ് ഇതാണ്: ഓപ്ഷൻ എ അനിത നായർ, ഓപ്ഷൻ ബി കമല ദാസ്, ഓപ്ഷൻ സി ബാലമണി അമ്മ ആൻഡ് ഓപ്ഷൻ ഡി ഗ്രേസി. SMS അയക്കുന്ന ഫോർമാറ്റ് റിപ്പീറ്റിംഗ് ഇറ്റ്: AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കാൻ നമ്പർ ഓർമ്മയുണ്ടല്ലോ, 58585. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ SMS അയക്കാൻ സമയമുണ്ട്. സോ സ്റ്റാർട്ട് സെൻഡിങ് ഇറ്റ് റൈറ്റ് നൗ. വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ്. ദ അഡ്രസ് ഇസ് www.sunnetwork.in/1crore. കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും രാത്രി 7 മണിക്ക് മറക്കാതെ കാണുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം SMS അയയ്ക്കുക. 1 കോടി ചിലപ്പോൾ ഇവിടെ വന്ന് നേടുന്ന മത്സരാർത്ഥി നിങ്ങളാകാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഗെയിം പൊസിഷൻ. 6 ചോദ്യങ്ങൾ കൂടെ ബാക്കി. 92 lakhs 92 ലക്ഷം ഇപ്പോഴും നിലവിലുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് ആർ: പദവി, പുരസ്കാരം. പുരസ്കാരം. ഓക്കെ, ചോസൻ കാറ്റഗറി പുരസ്കാരമാണ്. ആൻസർ ഓപ്ഷൻസ്: ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഷൂട്ടിംഗ് ആൻഡ് ബോക്സിംഗ്. നോക്കാം ചോദ്യം: ഏത് കായിക വിഭാഗത്തിലാണ് കേരളത്തിൽ ആരും അർജുന പുരസ്കാരം നേടാത്തത്? ആൻസർ ഓപ്ഷൻസ് ഇതാണ്: ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഷൂട്ടിംഗ്, ബോക്സിംഗ്. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കും. ബാഡ്മിന്റണിലും ക്രിക്കറ്റിലും പിന്നെ ഷൂട്ടിംഗ് സംശയമുണ്ടോ? ഓക്കെയാണോ? ബോക്സിംഗിലും കുറച്ച് 40 seconds അത് വെക്കാൻ പറ്റത്തില്ല. ഏതാ പറഞ്ഞോളൂ. ഷൂട്ടിംഗ് വേഗം വെച്ചോളൂ. ഷൂട്ടിങ്ങിന് എത്ര വെക്കണം? ഷൂട്ടിങ്ങില് 30 seconds മാത്രമേ ഉള്ളൂ. അല്ല അറിയാമല്ലേ?
ഏത് ഷൂട്ടിങ്ങിൽ വയ്ക്കും. 20 seconds. കാശ് ഇനിയുണ്ട് വെക്കാൻ. ഷൂട്ടിംഗ് സംശയം ഉണ്ടല്ലേ? ഹരീഷ് വെക്കാത്ത കാശ് പോവും. 9, 8, 7, 6, 5, സംശയമില്ലല്ലോ, സംശയമില്ലല്ലോ. 3, ഓക്കെ ആണ്. 1. സമയം കഴിഞ്ഞു. ബാഡ്മിന്റൺ 22 lakhs, ക്രിക്കറ്റിൽ 30 ലക്ഷം, ഷൂട്ടിങ്ങിൽ 40 ലക്ഷം, ബോക്സിംഗിൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? ഓപ്ഷൻ വേണം. വേണോ വേണ്ടയോ? വേണം. യെസ് ഓർ നോ? യെസ്. 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 ഓക്കേ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏതിന്ന് എതിലേക്ക് മാറി? ക്രിക്കറ്റിൽ ബോക്സിംഗ്. Twenty seconds. വേറെ വല്ലതും വെക്ക്. വേറെ ഒന്നും വെക്ക്. 10, 9, 8, 7, 5, 3, 1. Time over. ബാഡ്മിന്റണിൽ 22 ലക്ഷം, ക്രിക്കറ്റിൽ ഒന്നുമില്ല, ഷൂട്ടിങ്ങിൽ ഇപ്പോഴും 40 ലക്ഷം, ബോക്സിംഗിൽ ഇപ്പോഴും 30 ലക്ഷം ഉണ്ട്. എങ്ങനെ നടന്നു ഈ ചേഞ്ച്? എന്ത് പറ്റി? മനസ്സില് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു ഗസ് ആണോ ഇത്? അതോ വല്ല ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടോ? ഗസ് ആണ്. ഗസ് ആണ്. പിന്നെ എങ്ങനെ ക്രിക്കറ്റ് മാറ്റിയത്? ഗസ് ആണെങ്കിൽ പെട്ടെന്ന് എങ്ങനെ ക്വിക്ക് ചേഞ്ച് ഉപയോഗിക്കാൻ തോന്നി? പെട്ടെന്ന് എങ്ങനെ ക്രിക്കറ്റ് 30 ലക്ഷം അങ്ങോട്ടേക്ക് ചാടി? മനസ്സിലൊരു തോന്നലുണ്ടായി. മനസ്സിലൊരു ലഡു പൊട്ടിയോ? മുന്നോട്ട് പോണ്ടേ? പോണം. നിങ്ങൾ മുന്നോട്ട് വരൂ. കമാൻ. ടോപ്പ് ഓർ ഡ്രോപ്പ്? Oh my God. കേരളത്തിൽ ക്രിക്കറ്റിന് തന്നെ പ്രോമിനൻസ് വന്നത് ഏത് കാലത്തിലാണ്? ഐ തിങ്ക് അക്കോർഡിംഗ് ടു മീ ഇപ്പോഴും പ്രോമിനൻസ് വരാൻ ശ്രമിക്കുകയാണ് ക്രിക്കറ്റിൽ കേരളത്തിൽ. എങ്ങനെയാണ് സംഭവിച്ചത്? കമോൺ ഹരീഷ്, ഐ നീഡ് സം ഒരു എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ തന്നേ പറ്റൂ. എന്തോ മനസ്സിൽ അന്നേരം എന്തോ ഒരു തോന്നലുണ്ടായി, അത് മാറ്റുകയായിരുന്നു. അറിയില്ല. വലിയ തുകയാണ് ക്രിക്കറ്റിന്റെ മുകളിൽ വെച്ചിരുന്നത്, 30 lakhs. നോക്കി വിഷമിക്കണ്ട, ഇതൊക്കെ ഈ ഗെയിമിന്റെ ഒരു രീതിയാണ്, ഇതിന്റെ ഒരു ഭാഗമാണ്. എന്തായാലും ആന്റിയും ഹരീഷും ശ്രമിച്ചില്ലേ ഇങ്ങോട്ട് വരാൻ? വലിയ ആശയോടെയാണ് വന്നല്ലേ? സാരമില്ല, വെറും കൈയോടെ ഞാൻ തിരിച്ചുവിടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കൊണ്ടുവന്ന് പാടിപ്പിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാ. നന്നായി പാടുന്നു പറഞ്ഞു കേട്ടോ ഹരീഷ് പറഞ്ഞു എൻ്റെ അടുത്ത്. ഇനി ഒരുപാട് നല്ല നല്ല വേറെ അവസരങ്ങൾ കിട്ടട്ടെ. ഓക്കെ, ഇതുകൊണ്ട് TV കാണൽ നിർത്തണ്ട കേട്ടോ, അത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഒരു ഭാഗത്ത് നിന്ന് വിവലിന്റെ വക ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ആൻഡ് ജോസ്കോ ജുവല്ലേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ഗോൾഡ് വൗച്ചർ. ആൻഡ് ഓൾസോ ഫ്രാൻസിസ് ആലൂക്കാസ് നൽകുന്ന 10,000 രൂപയുടെ ഡയമണ്ട് വൗച്ചർ. ഡയമണ്ട് പോലത്തെ ഈ അമ്മയ്ക്ക് ഞാൻ ഡയമണ്ട് വൗച്ചർ കൊടുക്കുക. താങ്ക് യു വെരി മച്ച് ഹരീഷ്. താങ്ക് യു ആന്റി.
ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് അമ്മയും മോനും വന്നിരുന്നത്. ബട്ട് നിർഭാഗ്യവശാൽ ചില സമയം എന്താ സംഭവിക്കാന്നറിയില്ല. ആ പ്ലേറ്റ്സ് ജസ്റ്റ് ടേൺ. ബട്ട് എനിവേ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ ഒരു നിമിഷം മതി, ഒരു സ്മോൾ സെക്കൻഡ്. So before we welcome our next contestants, let's go for a very short break on Vivel Kaiyil Oru Kodi. Are you ready? Welcome back to Vivel Kaiyil Oru Kodi. Are you ready? Powered by Josco Jewellers. So നമ്മുടെ അടുത്ത മത്സരാർത്ഥികളെ നമുക്ക് ക്ഷണിക്കാം. They are Sabita and Smita from Kattappana. ഈ 1 കോടി രൂപ സ്വന്തമാക്കാൻ അവർ വരികയാണ്. Let's welcome them, Sabita and Smita from Kattappana. Welcome. 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 പറയൂ, രണ്ടുപേരും സിസ്റ്റേഴ്സ് അല്ലേ? അതെ, ഞങ്ങൾ ഓക്കെ. ആരാണ് യങ്ങർ? ഞാനാണ്. തോന്നി കേട്ടോ. എത്ര കാലം രണ്ടുപേരും കല്യാണം കഴിച്ചതല്ലേ? കഴിഞ്ഞതാണ്. ഓക്കെ. യു ഗോട്ട് കിഡ്സ്? അതെ, 2 കുട്ടികളുണ്ട് എനിക്ക്. ഒരാൾക്ക് 8 വയസ്സുണ്ട്, ഒരാൾക്ക് 1 വയസ്സാണ് പ്രായം. 1 വയസ്സ്. ഓക്കെ. എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 10 മാസമായിട്ടുള്ളൂ. 10 വയസ്സായിട്ടുള്ളൂ. ഓക്കെ. ഹസ്ബൻഡിന്റെ പേരെന്ത്? ഹസ്ബൻഡിന്റെ പേര് സുബിൻ എന്നാണ്. സുബിൻ. ഓക്കെ. എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ്? ഹസ്ബൻഡ് ബിസിനസ് ആണ്. ആൻഡ് യുവർ ഹസ്ബൻഡ്? എന്റെ ഹസ്ബൻഡും ബിസിനസ് ആണ്. ഹസ്ബൻഡിന്റെ പേര് പ്രവീൺ. സോ ഹസ്ബൻഡ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഭാര്യമാരെ ഇവിടെ വന്ന് മത്സരിക്കുന്നത്? അതും ആണല്ലേ. 1 കോടി വെച്ചിട്ടുള്ള നിങ്ങളുടെ സ്വപ്നം എന്താണ്? ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ. ഓ, വെരി നൈസ്. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ ഭർത്താക്കന്മാർക്കൊന്നും വേണ്ടേ അതിൽ നിന്ന്? ഭർത്താക്കന്മാർക്കും അത് തന്നെയാണ് താല്പര്യം അല്ലേ? നിങ്ങളുടെ ഹസ്ബൻഡ്സിന്റെ ഒരു സപ്പോർട്ട് കൂടെ നിങ്ങളുടെ പേരൻസിന് വലിയൊരു മാൻഷൻ പണിയാനുള്ള ഒരു തുക ഇതായിരിക്കുന്നു, 1 കോടി രൂപ. ഓക്കെ. ഒരു advance amount towards a big house. So this is all yours. You can enjoy that money. താങ്ക് യു. എന്താ റിയൽ എമൗണ്ട് അല്ലേ? അതെ. Okay. Our prize money is sponsored by Dhatri. So this is the position. We're yet to begin the game. ആദ്യത്തെ ചോദ്യം നേരിടാൻ പോകുന്നു 1 കോടി രൂപയുമായി. So let us play Vivel Kaiyil Oru Kodi. Are you ready? Categories for the first question are കൃഷി, ശിശുക്കൾ. കൃഷി എടുത്താൽ കൃഷി പ്രയാസമായിരിക്കും. എന്തേലും കൃഷിയാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് നോക്കാം. ഇടുക്കി, കാസർഗോഡ്, പാലക്കാട്, വയനാട്. ചോദ്യം നോക്കാം. പുകയില കൃഷിയുള്ള കേരളത്തിലെ ഏക ജില്ല ഏത്? ആൻസർ ഓപ്ഷൻസ് ഇതാണ്: ഇടുക്കി, കാസർഗോഡ്,